നിങ്ങൾ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണുക. യമഹ പെർഫോമൻസ് ബൈക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുൻനിര കമ്പനികളിലൊന്നായ ജാപ്പനീസ് കമ്പനി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യമഹയിൽ നിന്ന് പിറന്ന കിരീടവും ചെങ്കോലുമില്ലാത്ത രണ്ട് രാജാക്കന്മാരുടെ കഥയാണ്. നാം ഏവരും യമഹയെ അറിഞ്ഞു തുടങ്ങിയത് ഈ രണ്ട് ബൈക്കുകളിൽ നിന്നാണ്. കഥ തുടങ്ങുന്നത് ഇപ്പോഴൊന്നുമല്ല, 80കളുടെ തുടക്കത്തിലാണ്. അന്ന് പെർഫോമൻസ് ബൈക്കുകളുടെ അവസാന വാക്കായിരുന്ന RD250യും ബുള്ളറ്റ് 350യും നാടുവാണിരുന്ന കാലം. ഈ കാലഘട്ടത്തിലാണ് യമഹ ഇന്ത്യയിലേക്ക് അവതരിക്കാൻ ഒരുങ്ങുന്നത്. വലിയ കമ്പനികളുടെ സപ്പോർട്ടില്ലാതെ ഇന്ത്യയിലെ ചെറിയൊരു ട്രാക്ടർ കമ്പനിയായ എസ്കോട്ട് ഗ്രൂപ്പുമായി ചേർന്ന് യമഹയുടെ വണ്ടികൾ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കാൻ തീരുമാനമായി. അന്ന് എസ്കോട്ട് ഗ്രൂപ്പ് അറിഞ്ഞിരുന്നില്ല ഇന്ത്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ബൈക്കുകളാണ് തങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന്. 1983 അന്ന് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പെർഫോമൻസ് ബൈക്കായ RD350 ലോഞ്ച് ചെയ്തു. ഇന്നത്തെ പല വമ്പൻ ബൈക്കുകളുമായി കിടപിടിക്കുന്ന പെർഫോമൻസ് ആണ് അന്ന് RD350 കാഴ്ചവെച്ചിരുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ്, 347cc Twostroke ട്വിൻ സിലിണ്ടർ എഞ്ചിൻ, 30.5 bhp പവറും 32.3 ന്യൂട്ടൺ മീറ്റർ ടോർക്കും, 150 മുതൽ 170 കിലോമീറ്റർ സ്പീഡ് വരെ അനായാസം പിടിച്ചടക്കാൻ കരുത്തുള്ള എഞ്ചിൻ, അതായിരുന്നു RD350. ഈ പെർഫോമൻസിനെ വെല്ലാൻ ഇന്ത്യയിൽ അന്ന് മറ്റൊരു ബൈക്കിനും സാധിച്ചിരുന്നില്ല. വീട്ടിലുള്ള സൈക്കിൾ മുതൽ ചന്ദ്രനിൽ പോകുന്ന റോക്കറ്റിന് വരെ മൈലേജ് പറഞ്ഞിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഈ ഒരു ബൈക്കിന്റെ കുറഞ്ഞ മൈലേജ് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചത്ര സെയിൽ RD350ക്ക് ലഭിച്ചില്ല. തുടക്കത്തിൽ തന്നെ വളരെയധികം ആക്സിഡന്റുകൾ RD350ക്ക് നേരിടേണ്ടി വന്നു. ഇന്ത്യയിൽ KTM ലോഞ്ച് ചെയ്തപ്പോഴുള്ള അതേ അവസ്ഥ. ശരിക്കും ഇന്ത്യൻ ജനതയ്ക്ക് ആ ഒരു ബൈക്കിന്റെ പവറിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പക്വതയില്ലായിരുന്നു എന്നതാണ് സത്യം. പിന്നീട് കുറഞ്ഞ ടോർക്കും കൂടുതൽ മൈലേജ് ഉൽപ്പാദിപ്പിക്കുന്ന RD350 LT എന്നൊരു മോഡൽ കൂടി ലോഞ്ച് ചെയ്തെങ്കിലും അതിനും പ്രതീക്ഷിച്ചത്ര സെയിലുണ്ടായില്ല. 1985 യമഹ മറ്റൊരു ബൈക്ക് കൂടി ലോഞ്ച് ചെയ്തു, RX100. അന്ന് വരെ 100cc ബൈക്കുകളിൽ ആരും കണ്ടിട്ടില്ലാത്ത കിടിലൻ ലുക്കും പെർഫോമൻസും, അന്നുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ 100cc ബൈക്ക്. പിന്നീട് അങ്ങോട്ട് എസ്കോട്ട് ഗ്രൂപ്പിനെ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു RX100ന്റെ വളർച്ച. ആദ്യകാലങ്ങളിൽ സ്പെയർ ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ അസംബിൾ ചെയ്തായിരുന്നു RX100ന്റെ വിപണനം. ആവശ്യക്കാർ ഏറിയതോടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദനം തുടങ്ങി. പിന്നീട് അങ്ങോട്ട് സെയിൽസ് കുത്തനെ ഉയർന്നു. ടോപ്പ് സ്പീഡും പിക്കപ്പും മാത്രമല്ലായിരുന്നു RX100ന്റെ പ്രത്യേകത. 4th ഗിയറിൽ അനായാസമായി 10 കിലോമീറ്റർ സ്പീഡിലും 100 കിലോമീറ്റർ സ്പീഡിലും ഒരുപോലെ പോകാൻ കഴിവുള്ള ബൈക്ക്. അന്നത്തെ കമ്മ്യൂട്ടർ സെഗ്മെന്റിലെ രാജാവായിരുന്ന സുസുക്കി AX100ൽ നിന്നും ആ സ്ഥാനം തട്ടിയെടുത്ത് RX100 മുന്നേറി. അന്ന് AX100നെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്തത് ഇൻഡ് എന്നൊരു കമ്പനിയായിരുന്നു, ഇന്നത്തെ TVS. പിന്നീട് RX100നെ പിടിച്ചു കെട്ടാനായി സുസുക്കി 14 bhp കരുത്തുള്ള ഷോഗണിനെ ലോഞ്ച് ചെയ്തു. അങ്ങനെ പെർഫോമൻസ് കൊണ്ട് ഷോഗൺ മുന്നേറി. എന്നാൽ കുറഞ്ഞ മൈലേജും കൂടിയ മെയിൻ്റനൻസും കാരണം ഷോഗണിന് വിപണിയിൽ മങ്ങലേറ്റു. 90കളായപ്പോഴേക്കും Twostroke ബൈക്ക് കമ്പനികൾ എമിഷൻ സ്റ്റാൻഡേർഡ് മൂലം സമ്മർദ്ദത്തിലായി. 1997 യമഹ RX100 എന്നൊരു മോഡൽ കൂടി ഇറക്കി. എന്നാൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൽ വന്ന കംപ്ലൈന്റ് മൂലം ഈ ഒരു ബൈക്കിന് അധികകാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അന്ന് വരെ നല്ല പേര് സമ്പാദിച്ചിരുന്ന യമഹയുടെ ഹിസ്റ്ററിയിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീണു. എന്നാൽ ഒരു വർഷത്തിന് ശേഷം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അതേ എഞ്ചിൻ പ്ലാറ്റ്ഫോമിൽ RX135 ലോഞ്ച് ചെയ്തു. എന്നാൽ 90കളുടെ അവസാനത്തിൽ മൈലേജ് കൊണ്ടും റിഫൈൻമെന്റ് കൊണ്ടും 4 സ്ട്രോക്ക് ബൈക്കുകൾ ആളുകളുടെ മനസ്സ് പിടിച്ചുപറ്റി. 1999 ഹീറോ ഹോണ്ട CBZ ലോഞ്ച് ചെയ്തു. ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും CBZ 2 സ്ട്രോക്ക് ബൈക്കുകളോട് പൊരുതി നിന്നു. എന്നാൽ യമഹ വിട്ടുകൊടുക്കാൻ ഒട്ടും തന്നെ തയ്യാറായിരുന്നില്ല. ഇതിനെ മറികടക്കുവാനായി യമഹ RX135 5 സ്പീഡിനെ ലോഞ്ച് ചെയ്തു. 14 bhp കരുത്തോടെ CBZനെ മറികടക്കുന്ന പെർഫോമൻസ് RX135 5 സ്പീഡ് കാഴ്ചവെച്ചു. എന്നാൽ മൈലേജ് വളരെ കുറവായിരുന്നു. ആ പോരായ്മയെ മറികടക്കാനായി RX135 4 സ്പീഡാക്കി വീണ്ടും 2003 ലോഞ്ച് ചെയ്തു. അപ്പോഴേക്കും 4 സ്ട്രോക്ക് പെർഫോമൻസ് ബൈക്കിന്റെ രാജാവായിരുന്ന പൾസർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നീട് എമിഷൻ നോം സ്ട്രിക്റ്റ് ആയതോടെ 2005 യമഹ RX സീരീസിനെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 2 പതിറ്റാണ്ടുകൾ അടക്കി വാണിരുന്ന RX സീരീസുകൾക്ക് വിരാമമായി. ഫിലിപ്പ് ഷട്ടിറ്റ് എന്ന പരസ്യവാചകവുമായി 80കളിൽ ഇറങ്ങിയ RX മോഡലുകൾ ഇപ്പോഴും പല ആളുകൾ നിധി പോലെ സൂക്ഷിക്കുന്നു. ഇറങ്ങിയിട്ട് 3.5 പതിറ്റാണ്ടിലേറെയായിട്ടും ഇന്നും ആളുകൾ RXനെ സ്വന്തമാക്കുവാനായി കാത്തിരിക്കുന്നു. തലമുറകൾ പലതും കടന്നുപോയിട്ടും ഇന്നും ഒട്ടും തന്നെ പ്രൗഢി ചോരാതെ ആ കുഞ്ഞൻ റോക്കറ്റ് നിരത്തുകളിൽ ചീറിപ്പായുന്നു.